ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം പറയാനുള്ളത്, ഞാനത് ചെയ്തത് തെറ്റാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ചെറ്റത്തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് വിശ്വസിക്കുകയാണ്. പക്ഷേ അത് ഞാൻ ഉപയോഗപ്പെടുത്തിയത് ഈ സമൂഹത്തിൻ്റെ നന്മക്കും ഈ പബ്ലിക്കിൻ്റെ ശ്രദ്ധയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഈ സമൂഹത്തെ സീരിയസായി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. എനിക്ക് ആ വിശ്വാസമില്ല. CM പോയിട്ട് പൊട്ടക്കനിട്ട് ചാടിക്കോട്ടെ എന്നാണോ അവരുടെ വിചാരം? അതല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരുവിധം ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ചോദ്യത്തിന് എന്തിനാണ് ഞാൻ ഉത്തരം പറയുന്നത്? അതില്ല, അഭിപ്രായമില്ലല്ലോ, ഇവിടെ ഇരുന്നാൽ മതി. അത് ശരിയല്ല. ഇത്രയും കൃത്യമായൊരു സാധനം ചോദിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലായിരുന്നാൽ പിന്നെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഐ എം എ ഫൂൾ. ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഫൂൾ. ഞാൻ പറയാനൊക്കെ പറഞ്ഞല്ലോ. നിങ്ങളിപ്പോൾ ഒരു പത്രപ്രവർത്തകൻ നിലക്കാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു ബാധ്യതയല്ലേ ഈ സമൂഹത്തിൽ ഒരു സാധാരണ മനുഷ്യനെന്ന്? അത് നിങ്ങൾ അത് കുറേ ഞാൻ പറഞ്ഞല്ലോ. അല്ല, നിങ്ങൾ ചോദിച്ചതിന് ഞാൻ കുറേ മറുപടി അറിയില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആ വേദിയാണിത്. നിങ്ങളുടെ അഭിപ്രായം അറിയണം, നിങ്ങളുടെ പത്രക്കാരുടെ അഭിപ്രായം അറിയണം. നിങ്ങളോട് വർത്തമാനം പറയാനില്ല. അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് കാര്യം വർത്തമാനം പറയാം. A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. ഉണ്ടായ വിഷയം, ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരാണ്. അത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വളരെ ചെറിയൊരു ശതമാനമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പോലീസിൽ IPS ഉൾപ്പെടെയുള്ള ഒട്ടനവധി സത്യസന്ധരായ, രാജ്യത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന കഴിവും ശേഷിയുമുള്ള ഉദ്യോഗസ്ഥർ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥർ, നല്ല രീതിയിൽ ഹൈ ഗ്രാവിറ്റിയിലൊരു കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ ശേഷിയുള്ള നല്ല IQ ഉള്ള ഓഫീസേഴ്സ്, അത് IPS ഓഫീസർ തൊട്ട് താഴെ സാധാരണ ഒരു പോലീസുകാരൻ വരെ ഉള്ളൊരു സംസ്ഥാനമാണ്. 10ാം ക്ലാസ് പാസ്സാവാത്തൊരു പോലീസുകാർ നമ്മുടെ നാട്ടിലില്ല. എഴുത്തും അറിയാത്ത ഒരു പോലീസുകാർ നാട്ടിലില്ല. അപ്പം രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ള പോലീസാണ് കേരളത്തിൽ. അതിലൊരു തർക്കവുമില്ല. പക്ഷേ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പുഴുക്കുത്തുകളെക്കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ആ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടമാണ്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ബോധ്യം അതാണ്. ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ CM എന്ന് സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും. അവിടത്തേക്കാണ് ഞാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതിലൊരു തർക്കമില്ല. പക്ഷേ ഇവിടെ മനോവീര്യം തകരുന്നവർ, പോലീസിലെ മനോവീര്യം തകരുന്നവർ ഞാൻ ഈ പറഞ്ഞ 4-5% മാത്രമാണ്. ഈ ക്രിമിനലുകളാണ്, അവരുടെ മനോവീര്യമാണ് തകർന്നിട്ടുള്ളത്. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന IPS ഉദ്യോഗസ്ഥർ തൊട്ട് കേരളത്തിലെ താഴേക്കടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വരെ മനോവീര്യം വലിയ ലെവലിൽ ഉയർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തോട് ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്, ഒട്ടനവധി പോലീസ് ഓഫീസർമാരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. അവരോട് ഈ പോലീസ് ഓഫീസർമാർ പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമായി പ്രവർത്തിക്കാൻ, ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും, സാധാ പോലീസുകാരും. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് ഈ പറയുന്ന വിഭാഗം ഈ സത്യങ്ങൾ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് പോലീസിനെതിരെ എന്ത് പറഞ്ഞാലും, പോലീസിനെതിരെ എന്ത് നടപടിയെടുത്താലും
അതൊരു മനോവീര്യം തകർക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട CM ആ കാര്യം ഒന്നും കൂടി പുനഃപരിശോധിക്കണമെന്നാണ് എൻ്റെ എളിയ സ്നേഹത്തോടു കൂടിയുള്ള അഭ്യർത്ഥന. നമ്മുടെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ്, അദ്ദേഹത്തിൻ്റെ ഫോൺ കോള് ഞാൻ റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ, സ്വാഭാവികമാണ്. CM പറഞ്ഞ ആ കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. ഞാൻ ഇന്നല്ലത് അഡ്മിറ്റ് ചെയ്യുന്നത്. ഈ ഫോൺ കോള് നിങ്ങളിലേക്ക്, ഞാൻ ജനങ്ങളിലേക്ക് കൈമാറുന്ന അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണിത്. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ. മാഷ് കേട്ടിട്ടില്ലേ? തോമസ് ചെട്ടി കേട്ടിട്ടുണ്ടോ? അപ്പം ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരാണ്. ഇപ്പോഴല്ല, ഇത് പുറത്ത് വിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇത് പുറത്ത് വിടുകയല്ലാതെ എനിക്ക് രക്ഷയില്ല. ഒരു IPS ഓഫീസർ ഒരു MLAയുടെ കാല് പിടിച്ച് കാല് തിരുമ്പി കരയുന്ന 4-5 ദിവസത്തെ കോളാണ്. മുഴുവൻ ഞാൻ പുറത്ത് വിട്ടിട്ടില്ല, ബാക്കി കൂടി ഞാൻ പുറത്ത് വിട്ട അതിലേറെ വഷളാവും ഈ പോലീസ് ഉദ്യോഗസ്ഥർ. എന്തിനാ കാല് പിടിക്കുന്നത്? ഒരു 10,000 റുപ്യൻ്റെ ഒരു മരകഷ്ണം കട്ടുകൊണ്ടായ കേസാണ്. ഈ കോടികൾ മുഴുവൻ അടിച്ചു മാറ്റിയവൻ, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടികൾ ഉണ്ടാക്കിയവൻ, രാവിലെ വാതിലൊന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു മരം, ഈ പറയുന്ന മഹാഗണി മരം മുറിച്ച് കൊണ്ടുപോയ 10,000 റുപ്യൻ്റെ കേസാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കുടുംബനാഥന്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, നല്ല ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. ജനൽ തുറന്നിങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ തുടങ്ങിയാൽ, അവളെ കൈവശമാക്കിയാൽ എന്താ സ്ഥിതി? അതാണ് ആ മരത്തിൻ്റെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള മരം തോന്നുന്നുണ്ട്. ആ മരം, ആ കേസിൽ അദ്ദേഹം എന്നോട് പറയും, ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നുണ്ട്, LSP ഇതൊരു അന്വേഷണം നടന്നോട്ടെ. അന്വേഷണം നടന്നിട്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, നിങ്ങൾ പരിപൂർണമായി കുറ്റവിമുക്തനാക്കപ്പെടുമല്ലോ. ഈ അങ്ങാടിയിൽ പാട്ടല്ലേ SP, ഇത് നിങ്ങൾക്കല്ലേ മോശം? ആരോപണം ആരെ വരെയും വരാം, മുഖ്യമന്ത്രിയുടെ വരെയും വരാം, മന്ത്രിമാരുടെ പേരിൽ വരും, പാർട്ടി നേതാക്കന്മാർ, എൻ്റെ പേരിൽ എത്രയോ വന്നിട്ടുണ്ട്. അത് ആരോപണം അന്വേഷിച്ച് തെളിഞ്ഞാൽ അത് അവസാനിച്ചല്ലോ. അതുകൊണ്ട് എന്താണ് SP അങ്ങനെ ഒരു അന്വേഷണം നടന്നോട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പിന്നെ കാല് പിടിക്കും, അല്ലേ ഹൗസട്ടി? അങ്ങനെയല്ലേ? ഈ കാലുപിടുത്തം തുടർന്നു. ഈ കാലുപിടുത്തം തുടർന്നാൽ എന്താ നമുക്ക് മനസ്സിലാവുക? അദ്ദേഹം കള്ളനല്ലെങ്കിൽ, ഇത് ഇടപെട്ടിട്ടില്ലെങ്കിൽ, പറഞ്ഞ കാര്യം ശരിയല്ലെങ്കിൽ, ഓ ആയിക്കോട്ടെ MLA അന്വേഷിച്ചോട്ടെ, അന്വേഷിച്ച് സത്യം കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു IPS ഓഫീസർ ഇങ്ങനെ കള്ളത്തരം ചെയ്യുമ്പോൾ, ഒരു കുട്ടി പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരുന്നു. എന്തായാലും മനസ്സിലാക്കേണ്ടത്. അപ്പം ആ ഒരു കാര്യം ഞാൻ പുറത്തു വിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ഉന്നയിച്ച് വന്ന വിഷയങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തെ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഏക സംഗതി എന്താണ്? ഈ ഫോൺ റെക്കോർഡിംഗ് ആണ്. ആ ഫോൺ റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ ഇതിന്ന് എവിടെ എത്തും? ഇതെല്ലാം ഉണ്ടായിട്ട്, ഈ തെളിവൊക്കെ ഉണ്ടായിട്ട് തിരിഞ്ഞു വരുന്നുണ്ടോ നിങ്ങൾ? ഇത് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. തിരിയട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം പറയാനുള്ളത്, ഞാനത് ചെയ്തത് തെറ്റാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ചെറ്റത്തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് വിശ്വസിക്കുകയാണ്. പക്ഷേ അത് ഞാൻ ഉപയോഗപ്പെടുത്തിയത് ഈ സമൂഹത്തിൻ്റെ നന്മക്കും ഈ പബ്ലിക്കിൻ്റെ എന്താ പറയുക ശ്രദ്ധയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഈ സമൂഹത്തെ സീരിയസ് ആയി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ADGP അജിത് കുമാറിനെതിരെ PV അൻവർ തൊടുത്തുവിട്ട അഴിമതി ആരോപണങ്ങൾ മൂർച്ച കൂട്ടുന്ന ഒരു ദിവസത്തിനാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിച്ചത്. അജിത് കുമാറിന്റെ കവടിയാറിലുള്ള ഫ്ളാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നും വലിയ അഴിമതിക്കാരനാണ് അജിത് കുമാർ എന്നും കാട്ടിക്കൊണ്ട് മഞ്ചേരിയിൽ PV അൻവർ MLA പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ വാർത്താ സമ്മേളനത്തിൽ അജിത് കുമാറിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെയാണ് രൂക്ഷമായ വിമർശനം അൻവർ തുറന്നുവിട്ടത്. പൊതുജനങ്ങളും മുഖ്യമന്ത്രിക്കും ഇടയിലുള്ള മറയായി P ശശി പ്രവർത്തിക്കുന്നുവെന്നും ഇത് P ശശിയുടെ പ്രവർത്തനം സർക്കാരിൻ്റെ പ്രതിച്ഛായ കെടുത്തുന്നു എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങളാണ് അൻവർ നടത്തിയത്. ആ പത്രസമ്മേളനത്തിൽ അൻവർ മുഖ്യമന്ത്രിയിൽ വിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ 11 മണിക്ക്
മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ പി വി അൻവർ MLA പൂർണ്ണമായി തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. അജിത് കുമാറിലും പി ശശിയിലുമുള്ള വിശ്വാസം എടുത്തു പറഞ്ഞ് കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം തത്വത്തിൽ പി വി അൻവറിനുള്ള മറുപടി കൂടിയായി മാറി. പി വി അൻവറിനെ തള്ളിപ്പറയുകയും ഇടതുപക്ഷ ലൈനല്ല പി വി അൻവർ സ്വീകരിച്ചെന്നുള്ള കടുത്ത വിമർശനവുമാണ് മുഖ്യമന്ത്രി നടത്തിയത്. പഴയ കോൺഗ്രസുകാരനായ അൻവറിൽ നിന്നും ഇത്തരം നീക്കങ്ങളാണ് പ്രതീക്ഷിക്കുന്നതെന്നുള്ള സൂചന കൊടുത്തുകൊണ്ട് പാർട്ടി ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെ തനിക്ക് പറയാനുള്ളതെല്ലാം വാർത്താ സമ്മേളനം പറഞ്ഞ ശേഷമാണ് പരാതിയുമായി വന്നത് എന്നുള്ള ഒരു പ്രസ്താവനയും മുഖ്യമന്ത്രി നടത്തി. എന്തായാലും പി വി അൻവറും CPIയും ഉയർത്തിയ ADGPയുടെ രാജി അല്ലെങ്കിൽ ADGPയെ മാറ്റി നിർത്തണമെന്ന ആവശ്യം തള്ളിക്കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത്. എന്നാൽ ആ വാർത്താ സമ്മേളനത്തിന് പി വി അൻവർ തന്റെ തട്ടകമായ നിലമ്പൂരിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. തന്റെ മണ്ഡലമായ നിലമ്പൂരിലാണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചത്. ഇന്ന് 5:30 നിലമ്പൂരിലെ റെസ്റ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ കൃത്യമായും മുഖ്യമന്ത്രിക്കുള്ള മറുപടി പറയാതെ പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് AKG സെൻറ്ററിലും അതേപോലെ മുഖ്യമന്ത്രിക്കടിക്കും താൻ ധരിപ്പിച്ചിരുന്നു. ആ ഫയലുകൾ എടുത്താൽ ഒരു കൊട്ടയ്ക്ക് കൊണ്ടുവരാനുണ്ടാവും. അത്തരം കാര്യങ്ങൾ താൻ വ്യക്തമായി മുഖ്യമന്ത്രിയെയും കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് പി ശശിയുടെയും അജിത് കുമാറിൻ്റെയും പേര് പറയാതെ പി വി അൻവർ പറയുകയും ഇനി ഈ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് ഇവർ തന്നെയാണ് എന്നും തെറ്റിദ്ധാരണ മാറുമ്പോൾ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ പ്രസ്താവനയിൽ വലിയ മാറ്റം വരുത്തുമെന്നും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ ഇന്ന് പറഞ്ഞ പ്രസ്താവന ശരിയല്ല എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടും എന്നൊരു ഒളിയമ്പ് കൂടി അൻവർ ഇടുമ്പോൾ പോരാട്ടത്തിന് അൻവർ കച്ചമുറുക്കി എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നാണ് പി വി അൻവർ ആരോപണം ഉന്നയിച്ചതും മുഖ്യമന്ത്രി പരാതി കൊടുത്തത് പോലും മുഖ്യമന്ത്രി മാത്രം എന്താണ് പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമായി മാറുന്നത്? അല്ല, അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. ഞാനൊരു മിനിറ്റ് ചോദിച്ചതിന് ഉത്തരം പറയട്ടെ. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. എനിക്കാ വിശ്വാസമില്ല, എനിക്കാ വിശ്വാസം തീരെയില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന അഭിപ്രായം എനിക്കില്ല. നാനാർ മന്ത്രിസഭയിൽ എങ്ങനെയാണ് അദ്ദേഹം പുറത്തായത്? പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എല്ലാവർക്കും അറിയാലോ. ആ മാനസികാവസ്ഥയിൽ നിന്ന്, ആ സ്വഭാവത്തിൽ നിന്ന് 1 ഇഞ്ച് 1 മില്ലിമീറ്റർ പി ശശി താഴേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം 1 സ്റ്റെപ്പും കൂടി മുന്നിലാണ് എന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് പി ശശിയെക്കുറിച്ചുള്ള അഭിപ്രായം അതാണ്. ബഹുമാനപ്പെട്ട CMനെ അങ്ങനെ വിശ്വസിച്ച് CM അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകുമായിരിക്കാം. അതിന് എനിക്ക് CMനെ കുറ്റം പറയാൻ പറ്റില്ല. അത് CM ആണ് പഠിക്കേണ്ടത്. ശശിയോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ട് നടത്തി തരാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാം കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അല്ല, അത് വാസ്തവമാണ്. ഞാൻ പറയുന്ന ഒക്കെ പകൽ ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ എൻ്റെ വീട്ടിലെ ഒരു അട്ടിക്കാരിയായിട്ടല്ലേ പി ശശിൻ്റെ അടുത്തേക്ക് പോകുന്നത്, അല്ലേ? ഞാൻ പി ശശിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ നാടിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, സാമൂഹികവുമായി ബന്ധപ്പെട്ട, പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതെല്ലാം ശശി ചെയ്തു തരണമെന്ന് ഞാനങ്ങനെ മണ്ടനൊന്നുമല്ല. അല്ല, മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ പോവാറില്ല. ഞാൻ അദ്ദേഹവുമായി പരിപൂർണമായും തെറ്റുന്ന എപ്പോഴാണ്? ഈ രാജ്യദ്രോഹി, സാമൂഹ്യദ്രോഹിയായ ഈ സാജൻ സ്കറിയയുടെ കേസിൻ്റെ പിന്നിലാണ്. ഇതുപോലെയുള്ള ഒരു രാജ്യദ്രോഹിയെ, സാമൂഹ്യ ദ്രോഹിയെ, മതവിദ്വേഷിയെ, ഇവിടെ എന്താ പറയുക, സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നവനെ അവൻ്റെ അടുത്തുനിന്ന് പണം കൈക്കൂലി വാങ്ങി രാജ്യത്തെ പോലീസ് സംവിധാനത്തിൻ്റെ വയർലെസ് സന്ദേശമാർത്തിയ ചോർത്തിയ കേസിൽ അവന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിൻ്റെ പിന്നിൽ ഈ ADGP അജിത് കുമാറും പി ശശിയുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അന്നും തർക്കമില്ല, ഇന്നും തർക്കമില്ല. വേറൊരു കാര്യം കൂടി, ഈ ചങ്ങാതിക്ക് ജാമ്യം കിട്ടിയപ്പോൾ സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട്, സമാനമായ കേസുകളിൽ ഇനി ഉൾപ്പെടരുത്, ഈ തന്ന ജാമ്യം ക്യാൻസലാവും. എത്ര കേസിൽ ശേഷം ഉൾപ്പെട്ടു? കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത ഈ പോലീസ് എന്തായിരുന്നു പി ശശിക്ക് പണി? എന്താണ് പി ശശിക്ക് പണി? റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന വയർലെസ് ചോർത്തിയ കേസിൽ ഇപ്പോഴും അതിൻ്റെ കുറ്റപത്രം കൊടുത്തിട്ടില്ല. കുറ്റപത്രത്തിൽ അവൻ ചെയ്ത കുറ്റത്തിനനുസൃതമായ വകുപ്പുകൾ ചേർത്തിട്ടില്ല. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് പിടിച്ചു വെക്കുന്നത്? നിലമ്പൂരിന്റെ തട്ടകത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് പി വി അൻവർ മറുപടി പറയുമ്പോൾ അതിന് ഏറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. പാർട്ടി വിടുമോ രാജിവെക്കുമോ എന്ന ചോദ്യത്തിനൊക്കെ
അൻവർ നൽകിയ മറുപടി, മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട്, പാർട്ടിയിൽ വിശ്വാസമുണ്ട്, പാർട്ടി പുറത്താക്കും വരെ തന്നെ പാർട്ടിയിൽ ഉണ്ടാകും. ഈ അൻവർ ഉയർത്തുന്ന സത്യസന്ധമായ കൃത്യമായ വിവരങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയില്ല. അൻവർ ഒരു ശല്യമാകുന്നു, അൻവർ പുറത്തു പോകട്ടെ എന്ന് പാർട്ടി പറയും വരെ, മുഖ്യമന്ത്രി പറയും വരെ ഒപ്പമുണ്ടാകും എന്ന് പറയുമ്പോഴും താൻ ഒരു പിൻവാങ്ങലിനില്ല എന്ന സന്ദേശമാണ് PV അൻവർ നൽകുന്നത്. വെറുതെ ഒന്ന് കൊണ്ടോട്ടിയിൽ വന്ന് അവിടുത്തെ സ്വർണം ഉരുക്കുന്ന തട്ടാനെ സമീപിച്ചാൽ മനസ്സിലാകും എന്ന കാര്യമേ ഉള്ളൂ താൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടുത്താനെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഉപദേശകർ പറയുന്നത് കേട്ട് പ്രസ്താവന നടത്തുന്ന ഗതികേടിലാണ് എന്നുള്ള വലിയൊരു മെസ്സേജ് കൂടി അൻവർ വിടുകയാണ്. എന്തായാലും അൻവർ പോരാട്ടം കടുപ്പിക്കുകയാണ്. CPM-ൻ്റെ പൊളിറ്റിക്കൽ ലെവലിനനുസരിച്ചിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, അത് സത്യമാണ്. കാരണം അങ്ങനെ എനിക്ക് ചെയ്യാമായിരുന്നു. ഞാനത് ചെയ്യാതിരിക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അനവധി തവണ AKG സെൻറ്ററിൽ കത്ത് കൊടുത്തവനാണ്. ഇപ്പോഴല്ല, ബഹുമാനപ്പെട്ട കൊരിയേരി സഖാവ് ഉണ്ടാകുന്ന കാലഘട്ടം തൊട്ട് ഈ നാട്ടിലെ പൊതുവായ വിഷയങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി ഞങ്ങളുടെ കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ഈ സാജൻസ്കറിയുമായി ബന്ധപ്പെട്ട് ഇവനെപ്പോലെയുള്ള ചെറുതും വലിയതുമായ സാജൻസ്കറിയകൾ അവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് 2, 3, 4, 5 തവണ ഞാൻ പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പല പ്രാവശ്യം ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്ത് വെക്കാൻ മാത്രം, ഒരു പുസ്തകം ആക്കാൻ മാത്രം ഉണ്ടാവും. AKG സെൻറ്ററിലും ഈ പറയുന്ന ശശിയുടെയും പെട്ടി തപ്പിയാൽ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് എന്താ മാർഗം? ഞാൻ ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ശരിയാണെന്ന്. ഞാൻ പഴയ കോൺഗ്രസ്സുകാരനല്ലേ, എൻ്റെ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു വന്നിട്ട്? ആരായിരുന്നു പറ? KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാണ് സഖാവ് EMS ആയത്? എങ്ങനെയായി? ഞാൻ പഴയ കോൺഗ്രസ്സാണ്, EMS പഴയ കോൺഗ്രസ്സാണ്. അപ്പോൾ അതൊന്നും CM പറഞ്ഞതിൽ ഒരു തെറ്റില്ല. CM പിന്നെന്താ പറഞ്ഞത്? പാർട്ടിയുടെ ചട്ടക്കൂടിന് വിപരീതമായിട്ടാണ്. സത്യമാണല്ലോ, ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ചത്. എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. CM പറഞ്ഞല്ലോ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി 2-3 പ്രാവശ്യം ശ്രമിച്ചു എന്ന്. വാസ്തവമാണ്. ഞാൻ CM-ന് കൂടെ കത്ത് മഹേഷിനെ തന്നിരുന്നല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നല്ലോ ഒന്ന്. കാരണം ശശിയെക്കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി സെക്രട്ടറി കളവ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഞാൻ ശശിയെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല. ഞാനിതാ ഈ കത്ത് നിങ്ങൾ നോക്കും കണ്ടിട്ടാണ് ആ പത്രസമ്മേളനത്തിൽ CM-നിൽ ആ കത്ത് ഞാൻ പുറത്തിട്ടല്ലേ. അതുവരെ തന്നിട്ടില്ലല്ലോ. അല്ലല്ലോ, ഒരു മിനിറ്റ് തരാതിരിക്കാൻ കാരണം എന്താ? അതങ്ങനെ സ്വകാര്യമായി പോട്ടെ എന്ന് ഉദ്ദേശിച്ച്. പക്ഷേ അത് പാർട്ടി സെക്രട്ടറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ, അല്ല ശശിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾ സംശയമായി അങ്ങനെ വാർത്ത വന്നു. അപ്പോൾ ഞാൻ കൊടുത്തു. ഇന്നിപ്പോൾ ആകത്തൊക്കെ വെച്ച ശേഷം എന്താണ്? ഞാൻ ഈ എന്താ പറയുക, കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ലോബിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് പോലീസിനെ കൊണ്ട് വലിയ ശല്യമുണ്ട്. ഇത് ആരുടെ സ്റ്റേറ്റ്മെൻറ്റാണ്? CM എന്ന് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആരുടെ സ്റ്റേറ്റ്മെൻറ്റാണ്? MR അജിത് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ആദ്യം വന്നതല്ലേ. DGPക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ഇറങ്ങുമ്പോൾ MR അജിത് കുമാർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? PV അൻവർ ഈ ഒരു ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഞാൻ ശക്തമായ നടപടി എടുത്തതുകൊണ്ട് ആ കള്ള ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് PV അൻവർ അല്ലേ മഹേഷേ, നിങ്ങളൊക്കെ കൊടുത്ത വാർത്തയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവർ പറയിപ്പിച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഇറങ്ങി നേരെ ബാക്കിൽ പോലീസ് സ്റ്റേഷനാണല്ലോ. നിനക്കൊരു പോലീസ് സ്റ്റേഷൻ മുമ്പിലല്ലേ? നിനക്ക് പരിചയമില്ല, ആരെങ്കിലൊക്കെ ഉണ്ടാവില്ലേ പത്രക്കാരൻ? നിനക്ക് ഒരു 4 പോലീസുകാരെ വിളിച്ചിട്ട്, അല്ല സഹോദര, ഈ വാർത്തയൊക്കെ വന്നതിന് ശേഷം നിങ്ങളുടെ മനോവീര്യം തകർന്നൊക്കെയാണോ വർദ്ധിച്ചിട്ടാണെന്ന് കേട്ടു. എന്നിട്ട് അന്ന് നിൻ്റെ ഇതിലൊന്നും വിട് ആ സാധനം, ആ പോലീസുകാരുടെ സ്റ്റേറ്റ്മെൻറ്റ് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി. അല്ല അത് ചെയ്തു തരുമോ? അരുണ ചെയ്തു തരുമോ? അത് ചെയ്യോ? അല്ല അത് ചെയ്യണ്ട. ഇത് നിങ്ങളെ ബാക്കിയല്ലേ? നിങ്ങൾ 4 പോലീസുകാരെ പോയി ചോദിക്കുന്നത്. അല്ല സഹോദരൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ മനോവീര്യം അൻവർ ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്തി ഇവർക്കെതിരെന്നൊക്കെ പറഞ്ഞിട്ട് മനോവീര്യം തകർന്നതാണോ ചോദിക്കുന്നത്. 10 പോലീസുകാരോട് ചോദിച്ചാൽ അതിൽ 9 പോലീസുകാരും ഞങ്ങളെ മനോവീര്യം കൂടിയതാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പരിപാടി നമുക്ക് നിർത്താനാണ്. 100% തെറ്റാണ്. പോലീസിൻ്റെ മനോവീര്യം ഉയർന്നിരിക്കുകയാണ്, കള്ളന്മാരുടെ മനോവീര്യം തകർന്നിരിക്കുകയാണ്. കൊള്ള സംഘമായ പോലീസിൻ്റെ ക്രിമിനലുകളുടെ മനസ്സാണ് തകർന്നിരിക്കുന്നത്. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം അടിച്ചു കയറിയിരിക്കുകയാണ്. എനിക്കറിയാം.
മുഖ്യമന്ത്രി അപ്പുറത്ത് അൻവറിനെ തള്ളിപ്പറയുമ്പോൾ താൻ പിന്നോട്ടില്ല എന്ന സന്ദേശം കൊടുക്കുകയാണ്. പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഉയർത്തിയ ഈ ആരോപണങ്ങൾ, AD അജിത് കുമാറിലെ തൃശൂർ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയ ഉടൻ തന്നെ മറുപടിയുമായി VD സതീശൻ രംഗത്ത് വരികയും ഒരു MLA പോലും വിശ്വാസമില്ല തള്ളിപ്പറഞ്ഞുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഏതോ ശക്തികളുടെ പിന്നിലാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തൊട്ടു പിന്നാലെ തന്നെ നമുക്ക് കാണാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CPI അവരുടെ നിലപാട് ഘടിപ്പിക്കുന്നു. തൃശൂർ പൂരത്തിലെ റിപ്പോർട്ട് പുറത്തു വരാത്തതിൽ അവർ അവരുടെ നിലപാട് ഘടിപ്പിക്കുന്നു. LDF യോഗത്തിൽ ADGPയെ മാറ്റി നിർത്തണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. അതിന് വീര്യം പോരാ എന്ന് തോന്നിക്കൊണ്ട് പരസ്യമായി LDF യോഗത്തിന് ശേഷം CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി K പ്രകാശ് ബാബു അജിത് കുമാറിനെതിരെ രംഗത്ത് വരുന്നു. സുനിൽ കുമാർ തൃശൂരിൽ അജിത് കുമാറിനെതിരെ രംഗത്ത് വരുന്നു. മൊത്തം ചോദിക്കുമ്പോൾ കേരള രാഷ്ട്രീയം കുലുങ്ങുന്ന ഒരു ബോംബ് തന്നെയാണ് അൻവർ പൊട്ടിച്ചിരിക്കുന്നത്. അത് ഏറെക്കുറെ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. അൻവറിൻ്റെ നിരന്തരമായ വാർത്താസമ്മേളനങ്ങൾ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനവും വാർത്താസമ്മേളനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്. PV അൻവർ മനസ്സിലുറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ജനങ്ങളിലാണ് വിശ്വാസം, എൻ്റെ മക്കളുടെ പിന്തുണ എനിക്കുണ്ട്. അവർ പറഞ്ഞത് അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് പോകുക. ആ മുന്നോട്ട് പോകുമ്പോൾ മരണപ്പെട്ടാലും പ്രശ്നമില്ല, അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നാലും പ്രശ്നമില്ല, ജയിലിലൊക്കെ നല്ല ഭക്ഷണമല്ലേ എന്നൊരു പരിഹാസ രൂപേണ PV അൻവർ സംസാരിക്കുമ്പോൾ ഈ സംവാദങ്ങൾക്കും ഈ അൻവറിൻ്റെ ചോദ്യങ്ങൾക്കും നാളെ മറുപടി പറയേണ്ട ഒരു ബാധ്യത മുഖ്യമന്ത്രിയിലേക്കും എത്തുകയാണ്. എൻ്റെ മനോവീര്യം മഞ്ഞുകട്ടോണ്ട് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, മനസ്സിലായോ? ഞാൻ തീയിൽ ജനിച്ച അതിവിടെ ഈ വെയിലത്ത് പാട് നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങൾ കുറേ കല്ലെടുത്ത് എറിഞ്ഞല്ലോ എന്നെ 3-4 കൊല്ലം മുമ്പ്, നിൽക്കാതെ എറിയില്ലായിരുന്നു. നിങ്ങൾ എറിഞ്ഞ കല്ല് മുഴുവൻ ഞാൻ സ്വരൂപിച്ചു. എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ അടിത്തറ ബലപ്പെടുത്തി. ഞാനൊരു പത്രസമ്മേളനം നടത്തി ഈ പാർക്കും വിഷയങ്ങളുണ്ടായപ്പം മലപ്പുറത്ത്. ഞാൻ ജീവിതത്തിൽ ആദ്യം കരഞ്ഞു വരും നിങ്ങളുടെ മുമ്പിലാണ്. അന്ന് ആ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാനൊന്നിതായിപ്പോയി. അന്ന് നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വരണം മുഖക്കാടൻ പോയിൽ, ഈ വെള്ളം തടുത്ത് നിങ്ങൾ നോക്കണം, അവിടുത്തെ SC അവിടുത്തെ ട്രൈബൽസുമായി നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ സത്യം മനസ്സിലാക്കണം. അവർ സത്യം നിങ്ങളോട് പറയുന്നു പറഞ്ഞപ്പോൾ അന്ന് മായശില്ല. നമ്മളോട് ലോകിലൊക്കെ പറഞ്ഞു, പൊന്നാര MLA ഞങ്ങളവിടെ വന്നിട്ട് എന്താ കാര്യം, സത്യം ബോധ്യപ്പെട്ടാൽ പിന്നെ അത് പറയണ്ടേ. ഞാൻ പറഞ്ഞു ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നമുക്കൊരു ബസ് എടുത്ത് പോകാമെന്ന്. ഉണ്ടായില്ല. അന്ന് PV എന്ന് പറയുന്നത് പറയും, പക്ഷേ അതുവരെ ഇങ്ങനെ വിഷമരുന്ന് ഈ വാർത്ത ഇങ്ങനെ വരുമോ, അവിടെ മാന്തി ഇവിടെ മാന്തി അവിടെ തിരക്കി ഇവിടെ തിരക്കി പറയുമ്പോൾ ഒരു ഇടങ്ങറല്ലേ. പണ്ടാറടക്കി ആദ്യമായിട്ട് ഒരു MLA ആയതാ, മനുഷ്യൻ്റെ മുമ്പിൽ വഷളാവുകയാണല്ലോ. അന്ന് PV എന്നോട് തീരുമാനിച്ചു, നിങ്ങൾ ഉണ്ടാക്കുന്ന അപമാനം ഉണ്ടല്ലോ അന്ന് മുതൽ ഞാൻ ആഘോഷമാക്കി മാറ്റി. ആ ആഘോഷം ഇപ്പോഴും തുടരാണ്. ഒരു ചുക്കും ആരും ചെയ്യില്ല. നമുക്ക് കാണാം, നമുക്ക് അത് വിട്ടാൽ നമ്മളടുത്തേക്ക് വേണ്ട. അല്ല എനിക്ക് ബേജാറുണ്ടെങ്കിലല്ലേ പൊന്നാരോടെ നീ നിനക്ക് കുറച്ചൊരു സേപ്പനോടുണ്ട്, അതിന് നീ എന്തിനാ ബേജാറാവണെന്ന്? എൻ്റെ ഭാര്യക്കും മക്കൾക്കും ബേജാറില്ല. എൻ്റെ മോള് 11ാം ക്ലാസ്സിലാണ്. അവളെന്താ പറഞ്ഞറിയോ, ഇപ്പോൾ പൊയ്ക്കോന്ന്. ഉപ്പാനോട് കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. 2 മക്കൾ ഗൾഫുണ്ട്, അവർ വിളിച്ചു, ഉപ്പ പൊയ്ക്കോ, ഞങ്ങളൊക്കെ അത്യാവശ്യം അയക്കണം, ഒരു കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. പിന്നെ ഞാൻ ആരെയാണ് പരിഗണിക്കേണ്ടത്? ഞാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോട് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ കച്ചവടം മുഴുവൻ പൂട്ടിച്ചു നിങ്ങൾ, ഈ നിങ്ങളാണ് പൂട്ടിച്ചത്. അതിന് പിന്നിൽ നിന്ന് ഈ പറയുന്ന UDFൻ്റെ ആളുകളാണ്. കോടതിയിൽ മുഴുവൻ എൻ്റെ സ്വത്ത് മുതലുകൾക്ക് മുഴുവൻ നിങ്ങൾ കേസ് കൊടുത്തു. ഇന്നും ഞാൻ കേസിൽ നടത്തി ഓരോന്നും ഊരി വരികയാണ്. അന്ന് അവരെന്താ വിചാരിച്ചത്? എന്നെ അങ്ങോട്ട് പ്രതിരോധത്തിലാക്കിയാൽ ഞാൻ ഈ ഏർപ്പാട് നിർത്തി ഓലെ കൂടെ തിരിച്ചില്ലെന്ന്. അന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. തോമസിറ്റി ഡേറ്റ് വേണമെങ്കിൽ തരാം, പരിശോധിച്ച് നോക്ക്. അന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു തോർത്തമുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കിടന്ന് ഞാൻ ഉറങ്ങും, ഒരു കുമ്പിൾ കഞ്ഞിയും ഒരു ഉണക്കമീനുണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കും. എന്നെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് പൊന്നാര പ്രതിപക്ഷ നേതാവേ നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതെന്നെ എപ്പോഴും പറയാനുള്ളത്. ഒരു ചുക്കും ആർക്കും ചെയ്യാൻ കഴിയില്ല. പരമാവധി നിങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലടക്കും. അതിനപ്പുറം ഒരു ചുക്കും ചെയ്യില്ല. ഞാനതിന് തയ്യാറാണ്. എനിക്ക് ആ ഒരു പേടിയില്ല. ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടില്ല. ഇതെൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയല്ല. എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയാണെങ്കിൽ എൻ്റെ കാല് പിടിച്ച ആ IPS ആണ് 25 കൊല്ലം എൻ്റെ അടിമയാകാന്ന് പറഞ്ഞാൽ ഓനെ കുട്ടി 4 IPS കുട്ടി എനിക്ക് നടന്നാൽ മതിയായിരുന്നു. സുഖമായിട്ട് എനിക്ക് രാഷ്ട്രീയം നടത്തായിരുന്നു. ഇതെല്ലാം തിരിച്ച്
ഈ ഒരു ഇത്രയും വലിയ റിസ്ക് ഞാൻ എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറക്കെങ്കിലും ഇവിടെ ജീവിക്കണം, മനസ്സമാധാനമായി കിടന്നുറങ്ങണം. മനുഷ്യൻ്റെ അവസാന അത്താണ് ആ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു സഹോദരി ഓടി ചെല്ലുമ്പം ഞാൻ അങ്ങോട്ട് പുറകിലേക്ക് വാ എന്ന് പറഞ്ഞ് വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആ ക്രിമിനലിസം ഇവിടെ വരുന്നുണ്ട്. അതിനെ എതിർക്കാൻ ഇറങ്ങിയത് ഒരാളും ചുക്കും ചെയ്യില്ല, അങ്ങനെ വിചാരിക്കാൻ മാട്ടാങ്ങൾ. കാരണം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അൻവർ ഇനിയും പറഞ്ഞാൽ ഞാൻ മറുപടി പറയേണ്ടി വരും, അൻവർ പറഞ്ഞാൽ അതിന് മറുപടി ഉണ്ടാകുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നമ്മൾ മുതലെടുക്കുമ്പോൾ ഇന്ന് 5 മണിക്ക് തൻ്റെ തട്ടകമായ നിലമ്പൂരിൽ, തൻ്റെ മണ്ഡലമായ നിലമ്പൂരിൽ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിന് മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും വൈകാരികമായി പ്രവർത്തിക്കുന്ന, തുടക്കത്തിൽ ശാന്തനായി കണ്ട PV അൻവർ MLA പിന്നീട് വളരെ പ്രകോപിതനായതുപോലെ ഈ തൻ്റെ ആവശ്യങ്ങൾ സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിക്കാത്തതിലുള്ള അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നതെന്ന് ആ വാർത്താ സമ്മേളനം കണ്ടാൽ നമ്മൾക്ക് മനസ്സിലാവും. ശശി മുഖ്യമന്ത്രിക്ക് വിശ്വസ്തനാണെങ്കിൽ, ശശി പറയുന്നത് ശരിയാണെങ്കിൽ EK നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ശശിയെ എന്തുകൊണ്ടെന്ന് പുറത്താക്കിയെന്നുള്ള വലിയൊരു ചോദ്യം മുഖ്യമന്ത്രി പിണറായിയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടാണ് PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനം 1 മണിക്കൂറിലേറെ നീണ്ട വാർത്താ സമ്മേളനത്തിന് വിരാമമിട്ടു. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.